Hey guys, welcome back to Sar Kitchen and Happy New Year to you all. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടു നോക്കാം. നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി എടുത്തിരിക്കുന്ന മട്ടൺ ലിവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2 ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 35ഓളം ചെറിയ ഉള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ലിവർ എടുത്തിട്ടുണ്ട്. മട്ടൺ ലിവറാണ്. ഈ ഒരു സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മട്ടൺ ലിവറിന് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവത്തില്ലേ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കലക്കി വെച്ച വെള്ളത്തിൽ ഇതൊരു 10 മിനിറ്റോളം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2-3 വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലിവർ കുക്കറിലിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തുറന്ന് വെച്ച് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം നമുക്കിതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.